റിപ്പോർട്ടറിലെ പ്രഭാത വാർത്താ പരിപാടിയായ കോഫി വിത്ത് അരുണിലൂടെ റോൾസ് റോയ്സ് കാറിൽ കയറണമെന്ന് പറഞ്ഞ മുഹമ്മദ് ഫായിസിന്റെ ആഗ്രഹം നിറവേറ്റാൻ ബോബി ചെമ്മണ്ണൂർ എത്തി. ജന്മന എല്ല് പൊട്ടുന്ന അസുഖമുള്ള ഫായിസിന് റോൾസ് റോയ്സ് കാറിൽ കയറണമെന്ന ആഗ്രഹം റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് പങ്കുവച്ചത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, കുഞ്ഞിന്റെ ആഗ്രഹം അത് സാധ്യമാക്കുന്നതിനായി ഫായിസിനെ നമ്മൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുകയാണ്. ആഗ്രഹം നിറവേറുകയാണോ? സുജയ, ഇത് ഇപ്പോൾ ഫായിസിന്റെ ആഗ്രഹം സഫലമാക്കാനായിട്ട് ബോബി ചെമ്മണ്ണൂർ ഫായിസിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഫായിസ് രണ്ട് ആഗ്രഹങ്ങളായിരുന്നു പറഞ്ഞത്. ഒന്ന്, റിപ്പോർട്ടർ ടിവിയിലെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറുമായി സംസാരിക്കണം. രണ്ട്, ബോച്ചയെ കണ്ട് ബോച്ചയുടെ ഗോൾഡൻ റോൾസ് റോയ്സ് കാറിൽ കയറണമെന്നുള്ള ആഗ്രഹം പങ്കുവച്ചു. ഇപ്പോൾ നമുക്ക് ഫായിസിനോട് ചോദിക്കാം. ഫായിസെ, സന്തോഷമായോ? ഒരു സ്വർണ്ണമാലയൊക്കെ ബോച്ചെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മാലയൊക്കെ ഇട്ട് ഫായിസ് ഇങ്ങനെ സുന്ദരനായി ഇരിക്കുകയാണ്. സന്തോഷമായോ? ഇനിയിപ്പോ കാറിൽ കയറി ഒന്ന് കറങ്ങണം അല്ലേ? ഈ ഫായിസിന്റെ വീട്ടിലേക്ക് കാറ് കയറില്ല. ഇടുങ്ങിയ റോഡായതുകൊണ്ട് കാറ് കയറാത്തോണ്ട് പുറത്ത് വെച്ചിട്ടാണ് ബോച്ചെ വന്നത്. അപ്പോൾ ഫായിസിന് ചെറിയൊരു സങ്കടമൊക്കെ ആദ്യം ഉണ്ടായി. ഈ കാറിൽ കയറാൻ പറ്റാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായി. ബോച്ചെ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമായി. ഇവിടെ എത്താൻ വൈകിപ്പോയി. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്താന്ന്, പക്ഷെ വൈകിപ്പോയി, പുറത്തായതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആരോടെയൊക്കെ പറഞ്ഞിരുന്നു ബോച്ചയെ പറ്റിച്ചു വന്നില്ല എന്നൊക്കെ. അപ്പോൾ പക്ഷെ ബോച്ച എത്തി. ഇപ്പം ഇവിടെ സ്വർണ്ണച്ചയും കൊടുത്തപ്പോൾ ആൾക്കൊരു മോഹം, ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുള്ളത്. പക്ഷെ ആൾക്ക് ധൃതിയില്ല. 9 വയസ്സായിട്ടുള്ളൂ, 10 വയസ്സായിട്ട് മതി എന്നാണ് പറയുന്നത്. ഇപ്പം ബോച്ച വരുന്ന മനസ്സിലായില്ലേ? ബോച്ച ലേറ്റായി വന്നാലും സൂപ്പറാ വരും. അപ്പോൾ ഇനി ഇതിന് ശേഷം കാറ് പുറത്താണ്. കാറിൽ ബോച്ച ഫായിസിനെയും കൊണ്ട് ഒന്ന് കാറിൽ കറങ്ങാൻ പോവുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ കാറിൽ കയറി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ വാർത്താ പ്രഭാത പരിപാടിയിലായിരുന്നു ഫായിസ് ഈ ആഗ്രഹം പറഞ്ഞത്. എന്തായാലും ഫായിസിൻ്റെ ആഗ്രഹം സഫലമാക്കാനായി ബോബി ചെമ്മണ്ണൂരിവിടെ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവർ ഈ കാറിൽ യാത്ര പോകുന്നതായിരിക്കും. സുജയ. ഓക്കെ ദിലീപ്, എന്തായാലും അഭിനന്ദനങ്ങൾ. ബോച്ചെ എത്തിയില്ല, ബോച്ചെ വന്നില്ല എന്നൊക്കെ കുഞ്ഞ് വീണ്ടും പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയും കൃത്യമായി ബോച്ചയിലേക്ക് എത്തിക്കാനും ഒക്കെ ദിലീപും വ്യക്തിപരമായി ശ്രമിച്ചു എന്ന് എനിക്കറിയാം. എന്തായാലും ബോബി ചെമ്മണ്ണൂർ വന്നു, സമ്മാനവും കൊടുത്തു. അപ്പോൾ ഈ ക്രിസ്മസ് അടിപൊളിയായല്ലേ കുഞ്ഞിന്? അതെ, ക്രിസ്തുമസ് ഒക്കെ അടിപൊളിയായി. ഇവരെ ഇനി കാറിൽ കറങ്ങാം. ഫായിസേ, ക്രിസ്തുമസ് എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അടിപൊളിയാക്കും. കേക്ക് മുറിക്കോ? അല്പസമയത്തിലൊക്കെ ഇവർ കാറിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. കാറാണ് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാറിൽ പോകണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഈ കാറ് ഏകദേശം അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഫായിസ് റോൾസ് റോയ്സ് കയറി പോകുന്ന സന്തോഷത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഫായിസിനെയും കൊണ്ട് ബോബി ചെമ്മണ്ണൂർ കാറിൽ കറങ്ങുന്നതായിരിക്കും. ഓക്കെ ദിലീപ് ദേവസ്യയാണ്. കുഞ്ഞിന്റെ സന്തോഷം റിപ്പോർട്ടറിലൂടെ ഒരു ആഗ്രഹം പങ്കുവച്ചു. ആ ആഗ്രഹം സഫലമാക്കാൻ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും അവിടെ എത്തിയിരിക്കുകയാണ്.